ഞാനില്ലേ എനിക്കെന്തോ ഒരു ഫീലിംഗ് പോലെ എൻ്റെ കൈക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഒന്ന് നോക്കിയത് എൻ്റെ കൈ. ഞാൻ ഇപ്പോൾ ഫോണൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. ഒരു കണ്ണങ്ങ് വെച്ചേക്കാം. പിന്നില്ലേ എൻ്റെ ചേട്ടൻ ഇത് നൈസ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വണ്ടിയുണ്ട്. വണ്ടിയുണ്ട്. ഇതാണ് നമ്മുടെ സ്വിഫ്റ്റ്. ഞാൻ എൻ്റെ സ്വിഫ്റ്റ് എടുത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ. എൻ്റെ ഏട്ടനുള്ള സ്വിഫ്റ്റ് ആയിരുന്നത്. ഏട്ടനില്ലാത്ത സമയത്തില്ലേ ഞാനൊന്ന് വെച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ റെഡി ആയതുകൊണ്ടില്ലേ ഞാനങ്ങ് തീർക്കാൻ പോയില്ല. എല്ലാവരും ഏട്ടനെ കൊന്നവരെ കൊന്നോളോന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു അതെ. ഇവിടെ വന്ന് നിർത്താം. ക്യാമറ ഉണ്ടോ? ഇവിടെ ക്യാമറ ഒന്നും കാണാൻ സാധ്യതയില്ല. അപ്പം ഞാൻ നമുക്ക് സ്റ്റിക്കി ബോംബ് എടുക്കാം. എന്നിട്ട് ഇവരോട് പറയാം. ഇവർ പിന്നെ അല്ലെങ്കിൽ അറിയത്തില്ല. പിന്നില്ലേ ഞാൻ ആരാന്നറിയാവോ? ഞാൻ പുതിയൊരു ഗസ്റ്റാ ഇവിടെ. നിങ്ങളുടെ സാറുണ്ടോ? ഇല്ലടാ, ഇവിടെ സാറൊന്നുമില്ല. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇല്ലേ സാറിനെ അങ്ങ് സാൻ ആൻഡ്രിയസിൽ പോയി കണ്ടോ. സാൻ ആൻഡ്രിയസിലെ വയസ്സെല്ലാവരും ഇല്ലേ പൊട്ടിക്കട്ടെ അവരുടെ മേലെ. ഇത് എന്നാ നടോ നിൻ്റെ കയ്യിൽ ഇരിക്കുന്ന ബോംബിലാണോ? അല്ലല്ല, നിങ്ങളെന്ന് ഒരു പെർഫെക്റ്റ് സൂപ്പർ ഹീറോ ആക്കാൻ ഞാൻ അറിയാൻ പോയത്. നല്ല സുഖമുണ്ട് ഇതിനകത്ത് നിൽക്കുമ്പോൾ അല്ലേ. ഏതായാലും ഇട്ടേക്കാം, ഒന്നും അറിയത്തില്ല. പിന്നെ ഞാൻ അങ്ങ് പോയേക്കുവാണേ. ഞാൻ ഫോണിൽ നോക്കിക്കൊണ്ട് പോവാം. അങ്ങനെ എൻ്റെ കാര്യം പോക്കായി. നല്ല വേദനയായിട്ട് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ കയറണം. നിങ്ങൾ പിന്നെ ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്താൽ എനിക്ക് ഹോസ്പിറ്റലിനകത്ത് കയറി എല്ലാം ചെയ്യാൻ പറ്റും. എൻ്റെ കൈ പോലും ഇപ്പം അനക്കാൻ പറ്റത്തില്ല. എൻ്റെ കൈ പോലും അനക്കാൻ പറ്റുന്നില്ല. ഒന്ന് കയറട്ടെ. പിന്നെ അപ്പോയിൻമെൻറ്റിന് വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നീട് അടുത്ത വീഡിയോയിൽ ഞാൻ വില്ലേജിൽ കുറച്ച്
പരിപാടികൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്ന് ഹോസ്പിറ്റലിൽ കിടന്നോട്ടെ ഗൈസ്. എൻ്റെ പിന്നെ എന്നെ വിളിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് ഞാൻ വേഗം ചെല്ലട്ടെ. ഗൈസ് ഞാൻ ഇവിടുന്ന് നല്ലപോലെ പൊട്ടിത്തെറിയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഏതൊരു സ്ഥലത്താണ് ഒരു സന്യാസിയുള്ള എനിക്കത് എല്ലാവരും മാറ്റാനുള്ള ആരോഗ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. സന്യാസിയുടെ വീട് ഇതെങ്ങാണ് എന്തോ ഒരു റെഡ് കളർ വീടായിരുന്നേ. ഇതൊന്നുമില്ല. ഞാൻ ഈ സന്യാസിനെ ഇത് അതൊന്നും ശരിയല്ലെന്ന് തോന്നുന്നു. ഒന്ന് കേറട്ടെ. എൻ്റെ ജാതകമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി കുറേ ദുരന്തം വരാതിരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്കൊന്നും മനസ്സിലായില്ല. കുറേ ദുരന്തം ഉണ്ടെന്ന് മനസ്സിലായി. ഏതായാലും ഞാൻ അങ്ങ് വിട്ടേക്കുക. അല്ലെങ്കിൽ പിന്നില്ലേ ഇപ്പൊ തന്നെ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാവും. അത്രയല്ലേ കുറേ വീഡിയോ എന്നൊക്കെ ഒരു പ്രയോജനം എന്നൊക്കെയാണ് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എനിക്കെന്താ പോലെ സോമന്റെ വീട് ഇത് പോലീസ് കംപ്ലൈന്റ്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വീട്ടിൽ കൂടെയാണ് ഞാൻ പോകുന്നത്. വീടൊക്കെ ലാസ്റ്റ് ഇട്ടിട്ട് അങ്ങനെയാണ് അടുത്ത സിറ്റി വേറെ ഒരു സിറ്റിയല്ല. നമ്മുടെ ഇതിൻ്റെ അടുത്തില്ലേ ഒരു സിറ്റി ഉണ്ട്, ഒരു നല്ല സിറ്റി. ഇനി അവിടെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ഇതല്ലേ ഈ വണ്ടിയൊക്കെ ഇവിടെ കിടക്കട്ടെ. എനിക്ക് പ്ലെയിൻ ഓടിക്കാൻ അത്രയ്ക്കൊന്നും അറിയത്തില്ല. എന്നാലും എനിക്ക് പോകേണ്ട വരുമല്ലോ. ഒരു പൈലറ്റ് പോലും ഇല്ല. അതുകൊണ്ട് ഞാൻ കയറുന്നത്. സത്യം പറഞ്ഞാൽ കത്താവേ റൺവേ എവിടെയാണോ? ഓക്കെ നേരെ ഇങ്ങനെ ഇങ്ങോട്ട് തിരി. റൺവേ കിട്ടി. ഇവിടെ നേരെ റൺവേ വെക്കാത്ത, അല്ലെങ്കിൽ ഞാൻ തിരിഞ്ഞു മറിഞ്ഞു വെക്കാൻ പോകേണ്ടത്. ഓക്കെ ശരിയാ. അയ്യോ അമ്മേ. നമ്മുടെ ഈ നാടിനോട് സോമൻ്റെ വീട് കണ്ടോ? സോമൻ ചേട്ടൻ്റെ വീട്. എല്ലാവരുടെ വീട് നോക്കട്ടെ. ഞാനില്ലേ ഈ നാടിനോട് പറഞ്ഞിച്ച് പോവാ. ജുറാസിക് പാർക്കിൻ്റെ അതിൻ്റെ കൂടെ ഞാൻ പോകുന്നത്. ജുറാസിക് പാർക്കിലൊന്നും കാണാം. ഡൈനോസർ ഉണ്ടോവാ? ഈ ഡൈനോസറിനെ എന്നെ പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഗൈസ് ഈ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്ത എൻ്റെ ന്യൂ സിറ്റിയിൽ ഞാൻ കയറുന്ന കാണിച്ചു തരാം ഗൈസ്. അപ്പം ഓക്കെ ബൈ, സീ യു. ഇവരോടത്തെ പേഴത്തേക്ക് പണിയായല്ലോ.
പോവാണ് ഗൈസ്, ഞാൻ പോവാ.